ജവാദ് പറഞ്ഞ കാര്യം ബിജെപിയുടെ അജണ്ടയിൽ കോൺഗ്രസ് കൊത്തി എന്നുള്ളതാണ്. പറഞ്ഞ ആൾക്കാരെ മുഴുവൻ 1947 ലാഹോറിൽ ട്രെയിൻ കയറ്റി വിട്ടിട്ടുണ്ട്. ആ ട്രെയിൻ മിസ്സായിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് മാറിയിരുന്ന് അങ്ങോട്ട് കരയുക. സേവാദളിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവർ സധൈര്യം പാടി. ഏതെങ്കിലും ഇറ്റാലിക്കാരുടെ തിട്ടൂരത്തിന് വഴങ്ങി പാടാതിരിക്കേണ്ടെന്ന സാഹചര്യം ഉണ്ടെന്ന് അവർക്ക് തോന്നിയില്ല. ACC ആസ്ഥാനത്ത് കണ്ട ഈ കാഴ്ചയുണ്ടല്ലോ, അത് കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന ഒന്നാണല്ലോ. അത് മാത്രമല്ല, കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന നിങ്ങൾക്കും അത് പ്രശ്നമായിട്ടുണ്ട്. കാരണം 2 ചരണങ്ങളെ വന്ദേമാതരം ആലപിക്കൂ, ഇതാണ് രാഷ്ട്രീയ നിലപാട്. പക്ഷേ അത് ACC ആസ്ഥാനത്ത് തന്നെ ആ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തേണ്ട ഒന്ന് സംഭവിച്ചിരിക്കുകയാണ്. ഇത് കോൺഗ്രസിനെ മാത്രമല്ല നിങ്ങളെല്ലാവരെയും വെട്ടിലാക്കുന്ന ഒന്നായി മാറിയല്ലോ. ഖേദകരമെന്ന് പറയട്ടെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് രാഷ്ട്രത്തെ വിഭജനത്തിലേക്ക് മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ഭാഷയുടെ പേരിൽ, ഭക്ഷണത്തിന്റെ പേരിലൊക്കെ വിഭജിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഇന്ത്യ മഹാരാജ്യത്തെ അദാനിക്കും അംബാനിക്കും തീരെഴുതി കൊടുക്കുന്ന ഒരു നിലയിലേക്ക് ഭരണകൂടം പോകുമ്പോൾ ഇതിങ്ങനെ പറഞ്ഞു കൂടി അത് ചർച്ചയാക്കാൻ താല്പര്യമില്ലാതെ ഇത്തരം അനാവശ്യമായ വിവാദങ്ങളിലേക്ക് നമ്മുടെ ഈ ചർച്ചകളെ കൊണ്ടെത്തിക്കുന്നത് എന്തിനാണ് എന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ചോദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇത് നിങ്ങൾ പറയുന്നത് പോലെ രാജ്യത്തെ ഏതെങ്കിലും മനുഷ്യരെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. പട്ടിണി പാവങ്ങളുണ്ട്, പിന്നെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ രാജ്യത്ത് അത്തരം വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ രാജ്യത്തോട്, രാഷ്ട്രത്തോട് നമ്മൾ സംവദിക്കേണ്ടത് എന്തിന്റെ പേരിലാണ് മഞ്ജുഷേ? ഇത്തരം അങ്ങനെയാണെങ്കിൽ ഈ ഗാനം പാടിക്കോട്ടെ എന്നുള്ള നിലപാട് നിങ്ങൾക്ക് എടുത്താൽ മതിയല്ലോ. ഇത് ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഇത് പാടണമെന്നുള്ള നിർബന്ധം പോലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ ഗാനം ആലപിക്കുന്നവർ ആലപിച്ചോട്ടെ എന്നുള്ള നിലപാടെടുത്താൽ മതിയായിരുന്നുവല്ലോ. ശ്രീ CK ഷാക്കിർ, അണ്ണാക്കി പിരിവെട്ടിയിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടാ ഇത്? ഇല്ല, 1936 ഒരുപക്ഷെ അവസാനമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ ഔദ്യോഗികമായിട്ടുള്ള വേദിയിൽ വന്ദേമാതരം എന്ന് പറയുന്ന അതിമഹത്തായിട്ടുള്ള ആ ഗാനം പരിപൂർണമായിട്ടും ആലപിച്ചിട്ടുണ്ടാവുക. അതിനുശേഷം 1937 മുതൽ അവരെൻ്റെ 2 സ്റ്റാൻസ മാത്രമേ പാടുന്നുള്ളൂ. എന്തായിരുന്നാലും ശരി തന്നെയാണ്, 90 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്വന്തം ആസ്ഥാനത്ത് അവർ ഭാരതീയമായിട്ടുള്ള ഒരു ആത്മാഭിമാനത്തിനെ വീണ്ടെടുത്തു നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിലെന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അഭിനന്ദനങ്ങൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ. 9 പതിറ്റാണ്ടിന് ശേഷം ആദ്യമായിട്ട് നിങ്ങൾക്ക് മുസ്ലിം ലീഗിന് ഭയമില്ലാതെ വന്ദേമാതരം പരിപൂർണമായിട്ട് AICC ആസ്ഥാനത്ത് പാടാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആസ്ഥാനത്ത് അവർ ഈവൻ മാനേജ്മെൻറ്റ് കമ്പനിക്കൊന്നും അല്ലല്ലോ വന്ദേമാതരം പാടാൻ വേണ്ടിയിട്ട് അവരെ ഏൽപ്പിക്കുന്നത്. സേവാദളിൻ്റെ പ്രവർത്തകരാണ് വരികയും പാടുകയും ചെയ്യുന്നത്. അപ്പോൾ ആ സേവാദളിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്കും തോന്നില്ല, അവർക്കും ഉണ്ടാകില്ല ഒരു ആത്മാഭിമാനം, അവർക്കും തോന്നില്ല ഞങ്ങൾക്കും ഒരു തവണ ഇതിവിടെ പാടണമെന്നുള്ളതിനെ കുറിച്ചിട്ട്. സ്വാഭാവികമായിട്ടും അവർ പാടി. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കളോ കോൺഗ്രസ് എന്നോ ആ രാഷ്ട്രീയ പാർട്ടിയെ ഏതോ ഒരു കുടുംബത്തിൻ്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടിയിട്ട് കാലം കുറേ ആയിന്നേ. നമ്മളെയാണല്ലോ മച്ചമ്പി. അതുകൊണ്ട് ആ കുടുംബത്തിന് താല്പര്യമുണ്ടോ താല്പര്യം ഇല്ല എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത്. കോൺഗ്രസ് ഇന്ന് ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിൽ ഭരണത്തിലുണ്ട്? 4 സംസ്ഥാനങ്ങളിലാണ് ഭരണത്തിലിരിക്കുന്നത്. അതിനകത്ത് കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടുകൂടി ഭരിക്കുന്നത് കൊണ്ട് മുസ്ലിം ലീഗിനെ ഭയന്നുകൊണ്ട് മാത്രം ഇവിടെ മാത്രം പാടിയിട്ടില്ല. കർണാടകയിൽ പാടിയില്ലേ? അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. ഹിമാചൽ പ്രദേശിൽ പാടിയില്ലേ? തെലങ്കാനയിൽ പാടിയില്ലേ? ഇവിടെ എല്ലാം പാടുന്ന സാഹചര്യം ഉണ്ടായി. അതെന്തുകൊണ്ടാണ് ഉണ്ടായത്? കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിൽ ഇന്നും ദേശീയതയുടെ DNA ഉണ്ടെന്നേ. അതുകൊണ്ട് അവർക്ക് പാടണമെന്ന് തോന്നി അവർ പാടി. കേരളത്തിലേക്ക് വരുമ്പോൾ അവർ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ മുമ്പിൽ ഓച്ഛാനിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അവർക്ക് ഇവിടെ പാടാൻ വേണ്ടിയിട്ട് ധൈര്യമില്ല. സേവാദളിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവർ സധൈര്യം പാടി. ഏതെങ്കിലും ഇറ്റാലിക്കാരുടെ തിട്ടൂരത്തിന് വഴങ്ങി പാടാതിരിക്കേണ്ടെന്ന സാഹചര്യം ഉണ്ടെന്ന് അവർക്ക് തോന്നിയില്ല. നോക്കൂ, അവിടെ സോണിയാഗാന്ധി എത്ര വലിയ റിബല്യൻ ഉണ്ടാക്കാൻ നോക്കി. അവർ അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, നിർത്താൻ പറയുന്നു, ഇല്ലേ? അവർ പലതും ശ്രമിക്കുന്നുണ്ട് അവിടെ. എന്നിട്ട് അവരെ നിർത്തിയോ? അവർ നിർത്തിയില്ല. അവർ സധൈര്യം പാടി. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, മുഴുവൻ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കും ഞാൻ ഈ ഘട്ടത്തിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം 9 പതിറ്റാണ്ടിന് ശേഷം നിങ്ങൾ പാടാൻ തയ്യാറായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാടാൻ ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലൊരു സർക്കാർ അധികാരത്തിൽ വരേണ്ടി വന്നു എന്നുള്ളതാണ്.
അവിടെ ജവാദ് പറഞ്ഞ കാര്യം BJP-യുടെ അജണ്ടയിൽ കോൺഗ്രസ് കൊത്തി എന്നുള്ളതാണ് കേട്ടോ. ജവാദിന്റെ കോൺഗ്രസ് അജണ്ടയിൽ വീണത് 1937 അജണ്ടയിൽ വീണത്. ആ അജണ്ട എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ അജണ്ടയിലാണ് അതിനകത്തേക്ക് വീണിരിക്കുന്നത്. അല്ലാണ്ട് BJP-യുടെ അജണ്ടയിലല്ല കോൺഗ്രസ് വീണത്. കോൺഗ്രസ് എന്നോ വീണ് കഴിഞ്ഞതാണ്. 1937 അവർ ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ അജണ്ടയിൽ അവർ വീണു. അങ്ങനെ വീണിട്ടാണ് അവർ ഈ പറയുന്ന വന്ദേ മാതരത്തിന് അറ്റം വെട്ടി മാത്രം പാടാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. എങ്കിൽ മാത്രമേ വന്ദേ മാതരത്തിന് ഹലാൽ സ്റ്റാറ്റസ് കിട്ടുള്ളൂ, അനുവദനീയമാവുകയുള്ളൂ. ഹലാലെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അനുവദനീയമാവുകയുള്ളൂ. അങ്ങനെ വന്ദേ മാതരത്തിനെ ഹലാലാക്കി പാടിയാണ് 1937 മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഇവർക്ക് ഇതിനോടെല്ലാത്തിനോട് പുച്ഛമാണ്. ഈ രാജ്യം ഏതൊക്കെ പ്രതീകങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ടോ ആ പ്രതീകങ്ങളോടൊക്കെയും തന്നെ അവർക്ക് ഇന്ന് പുച്ഛമാണ്. ആ പ്രതീകങ്ങളോടൊക്കെയും തന്നെ അവർക്ക് ഇന്ന് പരിഹാസമാണ്. അത് അവിടെ നിന്നോട്ടെ, അത് നമ്മൾ അതിലേക്ക് പോയിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ അവരുടെ DNA അത് അങ്ങനെയാണ് കിടക്കുന്നത്. അതിനെ നമുക്കിനി പരിഹരിക്കാനോ മറ്റെന്തെങ്കിലും ചെയ്യുവാനോ വേണ്ടിയിട്ട് സാധിക്കുന്നതല്ല. ആ രാഷ്ട്രീയ സ്വയംസേവക സംഘം ഉണ്ടാകുന്ന 1900 ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞോ മിണ്ടായിരുന്ന ആളല്ലേ. 1925 രാഷ്ട്രീയ സ്വയംസേവക സംഘം ഉണ്ടാകുന്നത്. BJP ഉണ്ടാകുന്നത് 1980 മാത്രമാണ്. 1875 വന്ദേ മാതരം ഈ രാജ്യത്ത് പിറവിയെടുക്കുന്നത്. 1905 അതൊരു വലിയ ബാറ്റിൽ ക്രൈ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ പാട്ടിനകത്ത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെ അവഹേളിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു മതവിഭാഗം മോശമാണ് എന്ന് പറയുന്നുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതം മാത്രമാണ് നല്ലത് എന്ന് പറയുന്നുണ്ടോ? അല്ലെങ്കിൽ പോട്ടെ ഏതെങ്കിലും ഒരു ദേവത മാത്രമാണ് ഇവിടെ ആരാധനയ്ക്ക് അർഹരായിട്ടുള്ളത് എന്നുള്ള തലത്തിൽ പറയുന്നുണ്ടോ? അങ്ങനെ ഒന്നും പറയുന്നില്ലല്ലോ. ഈ രാഷ്ട്രത്തിനൊരു ശക്തിയുണ്ടെന്നും ഈ രാഷ്ട്രം ഇപ്പോൾ ഇങ്ങനെ അടിമത്തത്തിൽ കിടക്കേണ്ടുന്ന ഒന്നല്ലെന്നും ഇത് ശരിക്കും ദുർഗയെ പോലെ കോടിക്കണക്കിന് കൈകളിൽ ആയുധങ്ങൾ ഏന്തി നിൽക്കുന്ന, അടിച്ചാൽ തിരിച്ചടിക്കാൻ ശേഷിയുള്ളൊരു ദുർഗയാണ് എന്നുമല്ലേ ഈ ഗാനത്തിനകത്ത് പറയുന്നുള്ളൂ. അതിനോട് നിങ്ങൾ ഒരു വശത്തൂടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പറയുകയാണ് ഞങ്ങൾക്ക് ഇതിനോടൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഇതിനോട് ഹിന്ദുക്കളോടോ ഹിന്ദുക്കളുടെ വിശ്വാസ രീതികളോടോ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ലെന്നാണ്. പിന്നെ എന്തിനോടാണ് നിങ്ങളുടെ പ്രശ്നം? അതൊന്നും എനിക്കറിയാൻ മേല. എനിക്ക് മനസ്സിലാകുന്നില്ല. ശരിയാണ്, ഏകദൈവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ദേവൻ മാത്രം ആരാധനയ്ക്ക് അർഹൻ, ബാക്കി ഒരു ദേവനും ദേവതകളും ഒന്നും തന്നെ ആരാധനയ്ക്ക് അർഹരല്ല എന്നുള്ളതാണ് ഈ നിങ്ങളുടെ പൊതുവിശ്വാസം. ആ വിശ്വാസത്തിന്റെ പുറത്തു നിന്നുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ പറയുന്നത് ഈ രാജ്യത്തിനെ അങ്ങനെ ദേവതയെ കണ്ട് ആരാധിക്കുക, അങ്ങനെ ഈ രാജ്യം അങ്ങനെ ആരാധനയ്ക്ക് അർഹമൊന്നുമല്ല, കാരണം ഞങ്ങളുടെ ദൈവം മാത്രമേ ആരാധനയ്ക്ക് അർഹമായിട്ടുള്ളൂ എന്നുള്ള കാര്യം. ശരി, അങ്ങനൊരു വിശ്വാസം ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാടണ്ട, നിങ്ങളോട് പാടാൻ പറഞ്ഞില്ലല്ലോ. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇത് തന്നെയായിരുന്നല്ലോ 1947 പാർട്ടീഷൻ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഇതൊന്നും പാടാൻ പറ്റില്ല, ഈ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കില്ല, പ്രശ്നം ഇല്ലല്ലോ. ഇത് ആർക്കെങ്കിലും എതിരാകുന്നോ ഇല്ലയോ എന്നുള്ളത് മാത്രം നമ്മൾ പരിശോധിച്ചാൽ പോരെ. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരാണോ? ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെ നേരിട്ട് ആക്രമിക്കുന്നുണ്ടോ? പരോക്ഷമായിട്ട് ആക്രമിക്കുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. പിന്നെ എന്താണ് പ്രശ്നം? നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു അജണ്ട ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ രാജ്യത്ത്. ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് ഓക്കെ ആകുന്ന കാര്യം ഞങ്ങൾക്ക് കേട്ടാൽ അത് ശരിയായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അതൊന്നും ഇവിടെ പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനെ പറഞ്ഞ ആൾക്കാരെ മുഴുവൻ 1947 ലാഹോറിൽ ട്രെയിൻ കയറ്റി വിട്ടിട്ടുണ്ട്. ആ ട്രെയിൻ മിസ്സായിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ മാറിയിരുന്ന് അങ്ങോട്ട് കരയുക, വന്ദേ മാതരം പരിപൂർണമായിട്ടും തന്നെ ഈ രാജ്യത്ത് പാടും. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? രണ്ടുപേരാണ് വന്ദേ മാതരത്തെ എതിർത്തിരുന്നത്, ഒന്ന് ബ്രിട്ടീഷുകാരും പിന്നെ അന്നത്തെ മുസ്ലിം ലീഗുകാരും. ഇതാണ് BJP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ മുസ്ലിം ലീഗുകാർക്കെതിരെയും ഈ ആരോപണം ഉന്നയിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും പറയാണ്, സമയക്കുറവുണ്ടല്ലോ. ഇന്ന് രാജ്യത്തിന് 80ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ നല്ലൊരു ദിവസത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ കൊന്നവര് RSSകാരും BJP-കാരും. അങ്ങനെ പോകാൻ പറ്റില്ല. തെളിവ് വെച്ചിട്ട് പോകണം. പറഞ്ഞു പോകാനൊന്നും പറ്റില്ല. തങ്കക്കുറവേ നമ്മൾ ഈ നാണം കേട്ടല്ലോ. നിങ്ങള് ലാഹോറിലേക്ക് വണ്ടി കയറ്റി വിട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങളെ തറവാട്ട് ഇതാണ് ഇന്ത്യ. അതെ, മനസ്സിലാക്കി. നിങ്ങൾ നോക്ക്, നിങ്ങൾ മഞ്ജുഷേ താങ്കളെ കാതലായ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് വന്നില്ല കേട്ടോ. താങ്കൾ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. കൂടി ചോദ്യം, സംസ്ഥാനങ്ങളിൽ പോലും കുഴപ്പമില്ലെന്നേ വന്ദേ മാതരത്തിന്. അല്ല, നിങ്ങൾ മഞ്ജുഷിന്റെ ലക്ഷ്യം എന്താണ്? മഞ്ജുഷിന് നമ്മൾ കൃത്യമായി പറഞ്ഞു, രാജ്യത്ത് BJP ഇപ്പോൾ ഒരു ബില്ല് കൊണ്ടുവന്ന് നിയമമാക്കി. നിങ്ങൾ മഞ്ജുഷ് തന്നെ കൃത്യമായി പറഞ്ഞു പാടുന്നവർക്ക് പാടാം,
പാടാതിരിക്കുന്നവർ പാടാതിരിക്കാം. അത് പാടണം എന്ന് തന്നെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ തീരുമാനമെടുത്തത്. അല്ല, അത് അവര് മറുപടി പറയട്ടെ. എനിക്കെല്ലാമായി തൃപ്തിയായി. പോടാ.